തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജോലിക്കെത്തിയ പകരക്കാരെ തടഞ്ഞ് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ. കനത്ത പോലീസ് സുരക്ഷയിൽ ജില്ലാ ആശുപത്രി. ഇന്ന് രാവിലെയാണ് പിരിച്ചുവിട്ട ജീവനക്കാരുടെ പ്രതിഷേധത്തിന് ജില്ലാ ആശുപത്രി വേദിയായത്. പ്രതിഷേധ കാഴ്ചകളിലേക്ക്. ക്ലീനിംഗ്, സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് തിരൂർ ജില്ലാ ആശുപത്രി ഇന്ന് പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായത്. ഇന്നു മുതൽ ആശുപത്രിയിൽ സത്യഗ്രഹ സമരം ആരംഭിക്കുമെന്ന് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 7:30യോടെ തന്നെ ജീവനക്കാർ ആശുപത്രിയിലെത്തിയിരുന്നു. 8 മണിയോടെ പുതിയ ജീവനക്കാർ ഒപ്പിടാനെത്തി. അവരെ പഴയ ജീവനക്കാർ തടഞ്ഞതോടെ ചെറിയ സംഘർഷം ഉടലെടുത്തു. ഒരു ഇമ്പോർട്ടന്റ് ഒരു നമുക്ക് തന്നിട്ടില്ല. ഞങ്ങളൊരു കാരണവശാലും സമ്മതിക്കൂല. അങ്ങനെ ഞങ്ങളെ കുഞ്ഞിനെ മണ്ണുവാരിട്ട് നിങ്ങളെ ഏജൻസിനെ നിങ്ങളെ വിളിച്ച ആൾക്കാർ വിളിക്കും, അല്ലാണ്ട് ഞങ്ങൾ കയറാൻ സമ്മതിക്കില്ല. ഞങ്ങളെന്താ പട്ടികളെ പോലെ പണിയാണെന്ന് ഞങ്ങളുടെ വിടാണ്ട് ഒരു നിമിഷം ഇറക്കിയിട്ടില്ല. എന്തെങ്കിലും കാണിച്ചു തരണം. ഞങ്ങൾക്കൊരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല അവര്. ഞങ്ങൾ ഒഴിവാക്കാൻ നടക്കട്ടെ. 11-ാം മാസത്തെ HMC മീറ്റിംഗ് ആ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് ഈ മാസമാണ്. എന്തുകൊണ്ട് പൂർത്തി വെച്ച് ഞങ്ങൾക്കാണ് പരിക്കേറ്റ് ചെയ്യുന്നത്. ഈ 2 ആൾക്കാരാണ് പരിക്കേറ്റുന്നത്. ഞങ്ങൾ എന്ത് വന്നാലും ഇത് എങ്ങനെ ശക്തമായിട്ട് എതിർക്കും. അതിന് അങ്ങോട്ട് പടി നിങ്ങൾ ആരും ചോദിക്കൂല. രാവിലെ മുതലേ ആശുപത്രിയിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. ഡിസംബർ 25 മുതൽ ജോലിക്ക് വരേണ്ടതില്ലെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമായിരുന്നു പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ലഭിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട നിലയിലെത്തിയതോടെയാണ് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചത്. 29 ക്ലീനിംഗ് തൊഴിലാളികൾക്കും 8 സെക്യൂരിറ്റി ജീവനക്കാർക്കുമാണ് ജോലി നഷ്ടമായിട്ടുള്ളത്. സമരത്തിന് പിന്തുണയുമായി CITU രംഗത്തുണ്ട്. CITU നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. എഡിറ്റർ ലൈവ്, തിരൂർ.